സമീപകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ച് കേട്ടാൽ പ്രേതകഥയോ കെട്ടുകഥയോ ആണെന്ന് ചിലപ്പോൾ തോന്നാം. നന്ദൻകോട്ടെ ആസ്റ്റർ പ്രൊജക്ഷൻ കൂട്ടക്കൊല, ഇലന്തൂർ നരബലി, നിലമ്പൂരിലെ ഷാബ ഷെരീഫ് കൊലക്കേസ്, ക്രൈം ത്രില്ലർ സിനിമകളെ വെല്ലുന്ന തിരക്കഥയും അന്വേഷണവുമൊക്കെ ഈ കേസുകളിലൊക്കെ കാണാൻ കഴിയും. ഒരിക്കലും പുറത്തുവരില്ലെന്ന് കരുതിയ പല കേസുകളുടെയും ഉള്ളറകളിലേക്ക് പോയപ്പോൾ പോലീസ് പോലും നടുങ്ങിയ സംഭവങ്ങളുണ്ട്. ഇതിന്റെ ഒടുവിലത്തേതാണ് ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതക കേസ്. ഒരു മോഷണ കേസിന്റെ അന്വേഷണമാണ് നാടിനെ നടുക്കിയ ആഭിചാര കൊലപാതകങ്ങളുടെ ചുരുളഴിച്ചത്. ആ കേസുകളുടെ ഉള്ളറകളിലേക്ക് പോകുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കക്കാട്ടുകടയിലെ ആരാലും ശ്രദ്ധിക്കാത്ത ഒറ്റപ്പെട്ടൊരു വീട്. പുറമെ നിന്ന് നോക്കിയാൽ പ്രേതാലയം എന്ന് തോന്നും. ഒരു മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ വീട്ടിൽ മനോനില ഒരു വൃദ്ധമാതാവും അവരുടെ മകളുമുണ്ട്. മോഷണക്കേസിലെ പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ അമ്മയെയും സഹോദരിയെയും 1 വർഷമായി വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് നാടിനെ നടുക്കിയ ആഭിചാര കൊലപാതകങ്ങളുടെ ചുരുളഴിഞ്ഞത്. സഹോദരിയുടെ 2 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ 8 വർഷം മുൻപ് കൊലപ്പെടുത്തിയത് ഗന്ധർവന് കാഴ്ചവെക്കാനെന്ന പേരിലാണ്. 7 മാസം മുൻപ് വിഷ്ണുവിന്റെ അച്ഛൻ വിജയനെയും കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതികളിൽ ഒരാളായ നിതീഷ് കുറ്റം സമ്മതിച്ചു. ഏറെ ദുരൂഹതകളുള്ള ഈ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഉച്ചയോടെയാണ് പ്രതി നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. നിതീഷിനൊപ്പം മോഷണക്കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് കുറ്റസമ്മത മൊഴി. സഹോദരിയുടെ 4 ദിവസം പ്രായമായ നവജാത ശിശുവിനെ 2016 കട്ടപ്പനയിൽ തന്നെ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയത്. 9 മാസങ്ങൾക്ക് മുൻപാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിൽ കുഴിച്ചുമൂടിയതെന്നും പ്രതിമൊഴി നൽകി. പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 കേസുകൾ അണ്ടർ സെക്ഷൻ 302 IPC പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം നടത്തി വരുന്നതാണ്. അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പരിശോധനയ്ക്ക് ശേഷം തെളിവെടുപ്പ് ഉടനെ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇൻഫർമേഷൻ പ്രതിയുടെ കുറ്റസമ്മതം പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ അന്വേഷണം നടത്തുകയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. അത് നടത്തി വരുന്നുണ്ട്. ഡെഡ് അവിടെ തന്നെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ടുന്നതാണ് ആ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. അത് തെളിവെടുപ്പ് കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിലുള്ള പരിശോധന ഇന്ന് രാത്രി നടത്തുന്നുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷണം ഓൺഗോയിങ് ആണ്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം. പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. നാളെ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും. വീടിനുള്ളിൽ കുഴിച്ചു മൂടിയ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളും സ്വീകരിക്കും. കഴിഞ്ഞ 2-ാം തീയതിയാണ് മോഷണക്കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണു വിജയനെയും നിതീഷ് രാജിനെയും പോലീസ് പിടികൂടിയത്. തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് ഇരട്ടക്കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത്. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ 2 കുട്ടികളുടെ മരണത്തിന് പിന്നിൽ പല ദുരൂഹതകളുമുണ്ട്. ഒരാഴ്ച മുൻപ് കാണാതായ 8 വയസ്സുള്ള അരുൺകുമാർ, 15 വയസ്സുകാരൻ സജിക്കുട്ടൻ എന്നിവരുടെ മൃതദേഹങ്ങൾ വനത്തിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത്. തേൻ ശേഖരിക്കാൻ കയറിയ അരുൺ മരത്തിൽ നിന്ന് വീണ് മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. അഴുകിയ നിലയിൽ 8 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് 200 മീറ്റർ മാത്രം അകലെയാണ് സജിക്കുട്ടനെയും മരിച്ച നിലയിൽ കണ്ടത്. 2 മൃതദേഹങ്ങൾ തമ്മിൽ കാലപ്പഴക്കമുള്ളത് ദുരൂഹത ജനിപ്പിക്കുന്നുണ്ട്.
ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ കുട്ടന്റെ മകൻ 15 വയസ്സുള്ള സജിക്കുട്ടൻ, രാജശേഖരന്റെ മകൻ 8 വയസ്സുകാരൻ അരുൺകുമാർ എന്നിവരെ കഴിഞ്ഞ 2-ാം തീയതി മുതലാണ് കാണാതായത്. ഇരുവരും ബന്ധുവീട്ടിലോ അല്ലെങ്കിൽ വനത്തിൽ തേൻ ശേഖരിക്കാനോ പോയതാകാമെന്ന് കരുതി വീട്ടുകാർ തിരച്ചിലൊന്നും നടത്തിയില്ല. വനത്തിൽ വെച്ച് വഴിതെറ്റിപ്പോയിരിക്കാമെന്നും കരുതി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രണ്ടുപേരെ കുറിച്ചും യാതൊരു സൂചനയും ലഭിക്കാതിരുന്നതോടെ വീട്ടുകാർ തന്നെ കുട്ടികൾക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈ തിരച്ചിലിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതോടെ വെള്ളിയാഴ്ച കുട്ടികളെ കണ്ടെത്തുന്നതിനായി പോലീസ് വനംവകുപ്പ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു. ആനയും കാട്ടുപോത്തും നിറഞ്ഞ ഉൾവനത്തിൽ 15 പേർ അടങ്ങുന്ന 7 അംഗ സംഘങ്ങളായാണ് തിരച്ചിൽ നടത്തിയത്. 5 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 5 പോലീസ് ഉദ്യോഗസ്ഥരും ആദിവാസി ഊരുകളിലെ മറ്റ് 5 പേർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം വനത്തിൽ തമ്പടിച്ചാണ് അന്വേഷണം നടത്തിയത്. വെള്ളിയാഴ്ച നടത്തിയ തിരച്ചിലിൽ ഇവരെ കണ്ടെത്താൻ കഴിയാതിരുന്നതോടെ വനംവകുപ്പും പോലീസും കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. 7 ദിവസം കൊണ്ട് കുട്ടികൾ നടന്ന് കൂടുതൽ ദൂരം സഞ്ചരിക്കില്ലെന്ന് അനുമാനത്തിലെത്തി. വെള്ളിയാഴ്ച ശാസ്താംപൂവം കോളനിക്ക് സമീപം ഉൾവനത്തിൽ നടത്തിയ തിരച്ചിലിൽ കുട്ടികളെ കണ്ടെത്താനായില്ല. പിന്നീട് രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഉച്ചയോടെ വനത്തിനുള്ളിൽ തന്നെ 8 വയസ്സുകാരൻ അരുൺകുമാറിന്റെ മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. അരുൺകുമാറിന്റെ മൃതദേഹം കിടന്ന സ്ഥലത്ത് നിന്ന് 200 മീറ്ററോളം മാത്രം മാറി സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തി. ശാസ്താംപൂവം കോളനിക്ക് സമീപം വനത്തിൽ ഫയർ ലൈന് സമീപമായിരുന്നു ഇരുവരുടെയും മൃതദേഹം. തേൻ ശേഖരിക്കാൻ മരത്തിൽ കയറിയ അരുൺ മുകളിൽ നിന്ന് വീണ് മരിച്ചതാകാം എന്നാണ് നിഗമനം. 2 മൃതദേഹങ്ങളുടെയും കാലപ്പഴക്കത്തിൽ വലിയ വ്യത്യാസമുള്ളത് ദുരൂഹത ജനിപ്പിക്കുന്നുണ്ട്. അരുണിന്റെ മൃതദേഹം അഴുകിയ നിലയിലും സജിയുടെ മൃതദേഹം പഴക്കമില്ലാത്ത നിലയിലുമായിരുന്നു. അരുൺ മരിച്ച ദിവസങ്ങൾക്ക് ശേഷമാകാം സജി മരിച്ചതെന്നാണ് നിഗമനം. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവെടുത്തു. 15 പേർ അടങ്ങുന്ന 7 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. ചില വാർത്തകൾ കേട്ടാൽ കേരളത്തിൽ ജീവിക്കാൻ തന്നെ സ്ത്രീകൾക്ക് ഭയം തോന്നാം. തിരുവനന്തപുരം പേരൂർക്കടയിൽ പട്ടാപ്പകലാണ് കാറിലെത്തിയ സംഘം യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. പേരൂർക്കട സ്വദേശിനിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാനായിരുന്നു ശ്രമം. വിവരം അറിഞ്ഞെത്തിയ പേരൂർക്കട പോലീസ് സംഘത്തെ പിന്തുടർന്ന് യുവതിയെ കണ്ടെത്തി. കേസിൽ 4 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പാറശാല സ്വദേശിയായ പോലീസുകാരൻ സുധീർ, പൂജാരിയായ ശ്യാം, കൂട്ടുപ്രതികളായ ഷാജി, ഷീജ എന്നിവരാണ് അറസ്റ്റിലായത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച 2 കാറുകളും പോലീസ് പിടിച്ചെടുത്തു. യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസുകാരനും പൂജാരിയും ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. പേരൂർക്കട സ്വദേശിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം വയ്ക്കാനുള്ള ശ്രമമായിരുന്നു ഇത്. ദേവദേവൻ എന്നറിയപ്പെട്ടിരുന്ന പൂജാരിയും ജോത്സ്യനും കേശവദാസപുരം സ്വദേശിയുമായ എസ് ശ്യാമാണ് മുഖ്യപ്രതി. ഇയാൾ യുവതിയുമായി നേരത്തെ പരിചയത്തിലായിരുന്നതാണ് പോലീസ് പറയുന്നത്. തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസുകാരനും പ്രതിയാണ്. തിരുവനന്തപുരം റൂറൽ AR ക്യാമ്പിലെ പോലീസുകാരനായ സുധീറാണ് സംഘത്തിലുണ്ടായിരുന്നത്. സംഘത്തിൽ ഷജില എന്ന യുവതിയും ഹനീഫ എന്നൊരാളും ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രതികളെ കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് പോലീസ് പിടികൂടി. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച 2 കാറുകളും പോലീസ് പിടിച്ചെടുത്തു. 4 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ഓരോ വനിതാ ദിനത്തിലും നമ്മൾ സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ചും അവർ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളും സ്ത്രീകളും സുരക്ഷിതരല്ല എന്നാണ് പല സംഭവങ്ങളും തെളിയിക്കുന്നത്. തൃശൂർ അതിരപ്പള്ളിയിൽ ആദിവാസി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത് വനിതാ ദിനത്തിലാണ്. 16-കാരിയെ 3 പേർ ചേർന്ന് മദ്യം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അവശനിലയിലായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്.
അന്താരാഷ്ട്ര വനിതാ ദിനത്തിലായിരുന്നു ആദിവാസി പെൺകുട്ടിക്ക് നേരെ ക്രൂരമായ പീഡനം. കുട്ടി താമസിക്കുന്ന ഊരിനടുത്തുള്ള പാറയ്ക്ക് സമീപത്തേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം. പ്രതികളിൽ ഒരാൾ 16-കാരിയെ കൂട്ടിക്കൊണ്ടുപോയി മദ്യം നൽകി പീഡിപ്പിച്ചു. തുടർന്ന് ഇയാൾക്കൊപ്പമുണ്ടായത് 2 പേരും ക്രൂരമായി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി. കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും സമീപവാസികളും നടത്തിയ തെരച്ചിലിൽ അവശനിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇവർ മരക്കപ്പാറ പോലീസിനെ വിവരമറിയിച്ചു. എൻ്റെ കൊച്ചിനെ കാണാണ്ട് കുറേ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചത്. പിന്നെ കോളനിക്കാരെല്ലാവരും കൂടിയാണ് കൊച്ചിനെ അന്വേഷിച്ച് തിരഞ്ഞ് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. കൊച്ചിനെ കണ്ടാൽ ഇങ്ങനെ ഈറ്റപ്പട്ടാലിൻ്റെ ഇടയിലാണ് കൊച്ചു കിടന്നത്. അവശതയായിട്ടാണ് കിടന്നത്. ബോധമുണ്ടായില്ല കൊച്ചിന് കാണുമ്പോൾ അല്ലേ? കാണുമ്പോൾ വെറ്റിലപ്പാറ കൊണ്ടായില്ല. വെറ്റിലപ്പാറ ആംബുലൻസിൽ കയറ്റി ഇവിടെ ഹോസ്പിറ്റലിലേക്ക് താലൂക്കിൽ ആശുപത്രി കൊണ്ടുപോകും. ഇപ്പം എങ്ങനെയുണ്ട് മോൾക്ക്? ഒരുവിധം കുഴപ്പമില്ല. അതല്ലേ, മരുന്നൊക്കെ കൊടുത്ത്. അതല്ലേ, പോലീസ് വന്ന മൊഴി പിടിക്കണമെന്നുണ്ടല്ലോ. കൊടുക്കുന്നുണ്ട്. പരാതി നമ്മൾ ആരും കൊടുക്കണ്ടോ? വേറെ ഇല്ല, വേറെ പിന്നെ കൊടുത്തിട്ടില്ല. വിവരമറിഞ്ഞെത്തിയ മലക്കപ്പാറ പോലീസ് കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം മാത്രമേ പോലീസ് മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. കേസിലെ മുഖ്യപ്രതി തവളക്കുഴിപ്പാറ കോളനിയിലെ ഓട്ടോ ഡ്രൈവർ ഷിജുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റ് 2 പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 തൃശൂർ. സമൂഹ മാധ്യമങ്ങളിലെ ചില ചതിക്കുഴികളിൽ പെൺകുട്ടികൾ വീണുപോയാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല. കൊല്ലം ചിതറയിൽ പഠിക്കാൻ മിടുക്കിയായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ വീട്ടുകാർ തിരിച്ചറിയുമ്പോഴേക്കും അവളുടെ മനസ്സും ശരീരവും കൈവിട്ടു പോയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചത് 40-കാരനാണ്. ആലപ്പുഴ സ്വദേശി സുധീഷ് കഴിഞ്ഞ 3 വർഷമായി വീട്ടിൽ ആളില്ലാത്ത സമയത്തെത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 2021 മുതൽ പ്രതി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് പരാതി. മൊബൈൽ ഫോണിലൂടെ നിരന്തരം ബന്ധപ്പെട്ട് വശീകരിക്കുകയും തുടർന്ന് വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കി പലപ്പോഴായി പെൺകുട്ടിയുടെ വീട്ടിൽ വരികയും പീഡിപ്പിക്കുകയുമായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അശ്ലീല മെസ്സേജുകളും വീഡിയോകളും പ്രതി പെൺകുട്ടിക്ക് അയച്ചിരുന്നു. പുതിയ 2 മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ചാർജറുകളും പ്രതി പെൺകുട്ടിക്ക് വീട്ടുകാരറിയാതെ വാങ്ങി നൽകുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിയെ അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയെ ഇയാൾ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പഠനത്തിൽ മിടുക്കിയായിരുന്ന പെൺകുട്ടി പ്രതിയുടെ ലൈംഗിക ചൂഷണം കാരണം സ്കൂൾ പഠനം തന്നെ ഉപേക്ഷിച്ചു. പ്രതിക്കെതിരെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് വർക്കല. എന്നാൽ ഇവിടെ സ്ത്രീകൾ അത്ര സുരക്ഷിതരല്ല. വർക്കല വിനോദസഞ്ചാര മേഖലയിൽ സഞ്ചാരികൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം 60-കാരിയായ ഫ്രഞ്ച് വനിതയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. വിദേശ വനിതകൾക്ക് നേരെ അതിക്രമം പതിവായിട്ടും പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം പാപനാശത്തു നിന്ന് ഹെലിപ്പാഡ് ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്ന 60-കാരിയായ ഫ്രഞ്ച് വനിതയെ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ച സംഭവത്തിൽ മസാജിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനെ പോലീസ് പിടികൂടിയിരുന്നു. തലശ്ശേരി കണിച്ചാർ സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന ജിഷ്ണുവിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ടൂറിസം പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു.
വർക്കലയിലെത്തുന്ന നിരവധി വിദേശ വനിതകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു. ചെറുതും വലുതുമായ നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേസുകളുടെ നൂലാമാലയോർത്തും സമയക്കുറവ് കൊണ്ടും പോലീസിൽ പരാതിപ്പെടാതെ പോകുന്ന സംഭവങ്ങളും ഏറെയുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്നും കൂടുതൽ പോലീസിനെ വിന്യസിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ആറ്റിങ്ങൽ. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഹോസ്റ്റലിൽ വെച്ച് മാത്രമല്ല 18 പേർ ചേർന്ന് പലയിടങ്ങളിൽ വെച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചെന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഹോസ്റ്റലിൽ വെച്ച് നടന്നത് പരസ്യ വിചാരണയെന്നും ക്രൂരപീഡനമെന്നും റിപ്പോർട്ടിലുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി പിടിയിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. അതിനിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. സർവകലാശാലയിൽ പരസ്യ വിചാരണ നടന്നുവെന്നും 18 പേർ പലയിടങ്ങളിൽ വെച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വ്യക്തമാക്കുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് UGCക്ക് കൈമാറിയത്. 97 പേരുടെ മൊഴിയെടുത്താണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഫെബ്രുവരി 16 രാത്രിയാണ് മർദ്ദനം ആരംഭിച്ചത്. ആദ്യം സമീപത്തെ മലമുകളിൽ കൊണ്ടുപോയാണ് മർദ്ദിച്ചത്. തുടർന്ന് വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ചും ഹോസ്റ്റലിലെ 21 നമ്പർ മുറിയിൽ വെച്ചും സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റു. മുഖ്യപ്രതി സിൻജോയാണ് ക്രൂരമായി മർദ്ദിച്ചത്. കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്ത് സിദ്ധാർത്ഥിന്റെ വയറ്റിലും മുതുകത്തും പലതവണ ചവിട്ടി. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് സിദ്ധാർത്ഥിനെ നടത്തിച്ചെന്നും UGCക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശി നസീഫ്, ആലപ്പുഴ സ്വദേശി അഭി എന്നിവരാണ് പിടിയിലായത്. സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചതിലും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിലും നഫീസിനും അഭിക്കും കൃത്യമായ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം 18 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരവിറക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് 2 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയത്. പല വിദ്യാർത്ഥികളും കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മടിച്ചു നിന്നെന്നും റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല 2019 2022 അഡ്മിഷൻ എടുത്ത 2 കുട്ടികൾക്ക് നേരെയും മുൻപ് ഇത്തരത്തിൽ പീഡനം നടന്നിരുന്നു. അന്നും അധികൃതർ ഇതൊന്നും അറിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതിനിടെ സിദ്ധാർത്ഥിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ച SFI ഭാരവാഹിയും സിദ്ധാർത്ഥിന്റെ സഹപാഠിയുമായിരുന്ന ഇടുക്കി സ്വദേശി അക്ഷയുടെ മൊഴി രേഖപ്പെടുത്തി. കേസിൽ മുഖ്യപ്രതികളെന്ന് പോലീസ് കണ്ടെത്തിയ സിൻജോ ജോൺസൺ, RS കാശിനാഥൻ, അമീൻ അക്ബർ അലി, K അരുൺ, അമൽ ഇസ്ഖാൻ എന്നിവരെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അറസ്റ്റിലായ പ്രതികളുടെ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ മർദ്ദന ദൃശ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകുമെന്നറിയിച്ച പോലീസ് കൊലപാതക സാധ്യത എന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും വ്യക്തമാക്കി. ഫെബ്രുവരി 18 സിദ്ധാർത്ഥിനെ ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 വയനാട്. വാർദ്ധക്യകാലത്ത് ഒപ്പം നിൽക്കേണ്ടവരും ചേർത്തു പിടിച്ച് ജീവിക്കേണ്ടവരുമാണ് ദമ്പതികൾ. എന്നാൽ ഈ സമീപകാലത്ത് പല വീടുകളിലും വയോജനങ്ങളായ ദമ്പതികൾ തമ്മിലാണ് പ്രശ്നങ്ങൾ കൂടുതലും കാണുന്നത്. അതിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾക്കും കണക്കൊന്നുമില്ല. ആലപ്പുഴ ചുനക്കരയിൽ ദമ്പതികളുടെ മരണം കുടുംബ പ്രശ്നത്തെ തുടർന്നെന്നാണ് വിവരം. ചുനക്കര സ്വദേശി യശോധരൻ, ഭാര്യ സരള എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭിന്നശേഷിക്കാരിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം യശോധരൻ തൂങ്ങി മരിച്ചെന്നാണ് നിഗമനം. രാവിലെയാണ് അയൽക്കാർ യശോധരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് ബന്ധുക്കളെയും പോലീസിനെയും വിവരമറിയിച്ചു. 2 കൈകൾക്കും വൈകല്യമുള്ള സരളയെ വീടിനുള്ളിലെ മുറിയിൽ മരിച്ച നിലയിലും കണ്ടെത്തി. സരളയെ ഭർത്താവ് യശോധരൻ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയതാണെന്നാണ് സംശയം.
സരള സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിരിക്കെയാണ് മരിച്ചത്. യശോധരനുമായുള്ള വിവാഹശേഷമാണ് 8 വർഷം മുൻപ് ചുനക്കരയിൽ വീട് വാങ്ങി താമസമായത്. കുറത്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്കിടുന്നത് കേൾക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അതിനാൽ തന്നെ കുടുംബ പ്രശ്നമാകാം കൊലപാതകത്തിലും ആത്മഹത്യക്കും കാരണമായതെന്നാണ് സംശയം. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. ഉത്സവ പറമ്പുകളിലെ ചെറിയ വാക്ക് തർക്കങ്ങൾ പോലും കത്തിക്കുത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്നത് ഇപ്പോൾ നിത്യസംഭവമാണ്. ഇടുക്കി കുമളിയിൽ ഉത്സവത്തിനിടെയുണ്ടായ വാക്ക് തർക്കത്തിലാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. കുമളി അട്ടപ്പള്ള സ്വദേശി ജിത്തുവാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിയായ വണ്ടിപ്പെരിയാർ സ്വദേശി രാജയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വണ്ടിപ്പെരിയാറിലെ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തിന് എത്തിയതായിരുന്നു ജിത്തു. ഇവിടെ വെച്ച് രാജയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഇരുവരെയും അനുനയിപ്പിച്ചു വിട്ടെങ്കിലും ഇരുവരും തമ്മിൽ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും വാക്കുതർക്കമുണ്ടാകുകയും രാജ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ജിത്തുവിനെ കുത്തുകയുമായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ ജിത്തുവിനെ വണ്ടിപ്പെരിയാർ ആശുപത്രിയിലും തുടർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച ജിത്തു ഓട്ടോറിക്ഷ ഡ്രൈവറും മേളം വാദ്യത്തിന് പോകുന്ന ആളുമാണ്. പ്രതിയായ രാജയും പശുമല ജംഗ്ഷനിൽ ഓട്ടോ ഡ്രൈവറാണ്. മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 കുമളി. പോലീസ് പട്രോളിന് പോകുന്നത് ഇടുക്കി നെടുങ്കണ്ടത്തേക്കാണ്. നെടുങ്കണ്ടത്ത് സുഹൃത്തിന്റെ ഭാര്യയെ അയൽവാസി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നെടുങ്കണ്ടം പച്ചടി മാറാട്ടുകുളം സ്വദേശിനി വീണയ്ക്കാണ് വെട്ടേറ്റത്. തടസ്സം പിടിക്കാനെത്തിയ ഭർത്താവ് ജോർജിനും വെട്ടേറ്റു. അയൽവാസിയായ പാറയിൽ ശരത്താണ് ആക്രമണം നടത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജോർജും അയൽവാസി ശരത്തും സ്ഥിരം മദ്യപാനികളാണ്. ജോർജ് മദ്യപിച്ച് വീട്ടിലെത്തിയതിൽ ക്ഷുഭിതയായ ബീന ഭർത്താവിനെ കൂട്ടി മദ്യപിക്കുന്നതിനെ ചൊല്ലി ശരത്തിനെ ഫോണിൽ വിളിച്ച് ശകാരിച്ച ശേഷം ബീനയും പിന്നാലെ ഭർത്താവും ശരത്തിന്റെ വീട്ടുപടിക്കലെത്തി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിനിടെ ശരത്ത് കയ്യിലിരുന്ന കത്തിയെടുത്ത് വീശി. മദ്യലഹരിയിലാണ് ജോർജിന്റെ സുഹൃത്തായ ശരത്ത് ബീനയെ ആക്രമിച്ചത്. ബീനയെ ആക്രമിക്കുന്നതിനിടയിലുണ്ടായ മൽപ്പിടുത്തത്തിൽ ഭർത്താവ് ജോർജിനും പരിക്കേറ്റു. പൈസത്തർക്കം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതൊന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുകൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ്. അപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഇതിലോട്ട് ചോദിക്കാൻ ചെന്നു. പിന്നെ അവിടെ നിന്നുകൊണ്ട് വന്ന് വീട് അറിഞ്ഞു. അത് ഇടയ്ക്കൊരു ചേട്ടൻ മുന്നേ ചോദിച്ചാൽ നമുക്ക് രാവിലെ ചോദിക്കാമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ചേച്ചിനെ ആക്രമിച്ചു. ചേച്ചിനെ ചേച്ചിയുടെ സ്ഥിതി ഇപ്പം കണ്ട് സ്ഥിതി ഇപ്പം നമ്മൾ തേനി മെഡിക്കൽ കോളേജിന് പോകാം. ചേച്ചിയുടെ കൈ കയറി അടക്കാൻ പറ്റും. അതെൻ്റെ ഭാര്യയാണ്. കത്തിക്കാണോ കുത്തിയെ? അറിയത്തില്ല എങ്ങനെ അവനെ അന്നം കൊണ്ടോ ഒന്നും നമ്മൾ അറിയിച്ചു. ആക്രമണത്തിൽ ബീനയുടെ ഇടതു കൈത്തണ്ടം മുറിഞ്ഞു. ബീനയെയും ഭർത്താവിനെയും കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ശസ്ത്രക്രിയയ്ക്കായി ബീനയെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതി ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം. വിദ്യാർത്ഥികൾ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ച 3 പേർക്കെതിരെ കേസെടുത്തു.
മാർഗംകളി മത്സരത്തിൽ കോഴ വാങ്ങി വിധി നിർണ്ണയം നടത്തിയെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് നടപടി. എല്ലാ തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചെയർമാൻ പറഞ്ഞു. ആരോപണം ഉയർന്നതോടെ കലോത്സവം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സർവകലാശാല യൂണിയനും വിദ്യാർത്ഥികളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇടപെടൽ. യുവജനോത്സവത്തിൽ കോഴ ആരോപണത്തെ തുടർന്ന് 3 പേരെയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരിശീലകൻ ജോമറ്റ്, ഷാജി, സിബിൻ എന്നിവരെയാണ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ നിന്ന് ഉച്ചയോടെ പോലീസ് പിടികൂടിയത്. നിങ്ങൾ പൈസ കൈക്കൂലി വാങ്ങിയായിരുന്നോ? പിന്നെ നിങ്ങളായിരുന്നോ? ഞങ്ങളാരും വാങ്ങിയിട്ടില്ല. അങ്ങനൊരു സംഭവം ഇല്ല. ഇത് ചുമ്മാ ഞങ്ങളെ ബലിയാടാക്കുവാണ്. ഇതിപ്പോ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇത് ബലിയാടാക്കുവാണ് തീർച്ചയായും. വഴി കൂടെ പോയി ഞങ്ങളെ പിടിച്ച് വെറുതെ പുലർച്ചെ 4 മണിക്ക് പൂർത്തിയായ മാർഗം കളി മത്സരത്തിൽ കോഴ വാങ്ങി വിധി നിർണ്ണയം നടത്തി എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. കോഴ വാങ്ങി മത്സരഫലം പ്രഖ്യാപിച്ചു എന്ന് തെളിയിക്കുന്ന വാട്സാപ്പ് ചാറ്റും ഓഡിയോ ക്ലിപ്പും വിവരങ്ങളും സംഘാടക സമിതി അംഗങ്ങൾ പോലീസിന് കൈമാറി. അതേസമയം വിഷയം അന്വേഷിക്കാമെന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുമാണ് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത്. മാർഗം കളി വീണ്ടും നടത്താൻ തീരുമാനമുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മത്സരം നടത്താനാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മളിൽ പലരും ദൈവവിശ്വാസികളാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെയും മതപരമായ ആചാരങ്ങളുടെയും പേരിൽ കൊച്ചുകുട്ടികളെ ഉപയോഗിക്കുന്നത് നിയമം മൂലം വിലക്കിയിട്ടുള്ള നാടാണിത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ദുരാചാരങ്ങളും അനാചാരങ്ങളും നടമാടുന്നുണ്ട്. പാലക്കാട് ആലത്തൂർ പുത്തൻതറ മാരിയമ്മൻ കോവിലിലെ ഉത്സവത്തിനിടെ നടന്ന ഒരു കാഴ്ച ഭയപ്പെടുത്തും. 10 വയസ്സുകാരന് പരിക്കേറ്റത് കനൽച്ചാട്ടത്തിനിടെയാണ്. പൊങ്കൽ ഉത്സവത്തിനിടെ പുലർച്ചെ 5:30 അപകടം. കനൽച്ചാട്ടം നടത്തുന്നതിനിടെ കുട്ടി തീക്കൂനയിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളലേറ്റ 5ാം ക്ലാസ്സുകാരൻ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊച്ചുകുട്ടികളെ ഉപയോഗിച്ചുള്ള ഇത്തരം ആചാരങ്ങൾ കുറ്റകരമാണെന്ന കാര്യം മറക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. തലമുറകൾ